പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിച്ച ഒരാരോപണത്തിന്റെ തുടർച്ചയാണ്. ആലപ്പുഴ പൂച്ചാക്കലിൽ ദളിത് പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികൾ അറസ്റ്റിലായി. 1-ാം പ്രതി ഷൈജു, സഹോദരൻ 2-ാം പ്രതി ശൈലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, ഈ പ്രതിപക്ഷം ഈ വിഷയം അടക്കം നിയമസഭയിൽ ചൂണ്ടിക്കാട്ടിയതിന് പിന്നാലെയാണോ ഈ അറസ്റ്റ്? അങ്ങനെയാണെങ്കിൽ ഈ പ്രതികളെ പോലീസ് സംരക്ഷിച്ചു എന്ന പ്രതിപക്ഷ ആരോപണം ഏറെക്കുറെ നിലനിൽക്കുമല്ലോ, അല്ലേ? അതെ വിജയകുമാർ, ഈ വിവരം പോലീസ് ആദ്യഘട്ടം മുതൽ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊന്നും പുറത്തുവിടാൻ തയ്യാറായിരുന്നില്ല. പരാതി പെൺകുട്ടി കൊടുത്ത സമയത്ത് പോലും പോലീസ് ആദ്യഘട്ടത്തിൽ കേസെടുത്തിരുന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങളടക്കം സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി, മാധ്യമങ്ങളിൽ വാർത്തയായി. പിന്നീട് ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ ഇടപെട്ടാണ് ഈ സംഭവത്തിൽ അന്വേഷിച്ച് കേസെടുക്കാൻ നിർദ്ദേശം നൽകുകയും അതിൽ പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമപ്രകാരം 6 പേർക്കെതിരെയാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം ആലപ്പുഴ പൂച്ചാക്കൽ പോലീസ് കേസെടുക്കുകയും പക്ഷേ കേസെടുത്ത ആദ്യഘട്ടത്തിൽ പോലും പ്രതികളെ പിടികൂടാൻ തയ്യാറായില്ല. ഈ പ്രതികൾക്കെതിരെ ഉയർന്ന ആക്ഷേപം, പ്രതികൾക്ക് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട്, പ്രതികളുടെ ബന്ധുക്കൾ CPM-ന്റെ നേതാക്കളാണെന്നുള്ള വലിയ ആക്ഷേപം ഉയർന്നു. പക്ഷേ ചേർത്തലയിലെ CPM ഏരിയ സെക്രട്ടറി ഈ പ്രതികളാരും CPM-ന്റെ അനുഭാവികളോ പാർട്ടി അംഗങ്ങളോ ഒന്നുമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഇന്നലെ രംഗത്ത് വന്നിരുന്നു. പക്ഷേ പ്രതികളെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല. പിന്നീട് ഇന്ന് രാവിലെയാണ് ഇന്ന് സഭയിൽ വടകര MLA KK രമയാണ് ഈ വിഷയം അടിയന്തര പ്രമേയ അനുമതി തേടി സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായിട്ടുള്ള അതിക്രമം തടയണമെന്ന വിഷയം ഉന്നയിച്ചപ്പോഴാണ് പൂച്ചാക്കലിലെ ഈ ദളിത് യുവതി 19-കാരിക്ക് മർദ്ദനമേറ്റ വിഷയം സഭയിൽ ഉന്നയിക്കുകയും അത് മന്ത്രി വീണ ജോർജാണ് ഇവരെ 2 പേരെ, കേസിൽ 6 പ്രതികളുണ്ട്, അതിൽ 2 പേർ, 1-ാം പ്രതി ഷൈജു, 2-ാം പ്രതി ശൈലേഷ് അടക്കം 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരം, ഇന്ന് രാവിലെ അറസ്റ്റ് ചെയ്യുന്ന വിവരം മന്ത്രിയാണ് സഭയിൽ വ്യക്തമാക്കിയപ്പോഴാണ് വിവരം പുറത്തു വരുന്നത്. ഈ കേസിൽ 4 പേരെ കൂടി പിടികൂടാനുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു പരാതി നിലാവിനെതിരെ, അത് ഈ 19-കാരി പെൺകുട്ടിക്കെതിരെയും ഈ പ്രതി പരാതി കൊടുത്തിട്ടുണ്ട്. അതിലും പോലീസ് 6 പേർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ സംഭവം ഉണ്ടാകുന്നത് ഞായറാഴ്ച പകല് തൈക്കാട്ടുശ്ശേരി ചേർത്തല റോഡിൽ നടു റോഡിൽ വെച്ചാണ് ഒരു 19-കാരിയെയും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുടെ 2 സഹോദരങ്ങളെയും 6 പേർ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. പെൺകുട്ടിയെ വഴിയിലിട്ട് വലിച്ചിഴയ്ക്കുകയും ഒപ്പം തന്നെ അടിവയറ്റിലടക്കം ചവിട്ടുകയും ചെയ്തു. ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പരാതി ലഭിച്ചിട്ടും പോലീസ് കേസെടുത്തിരുന്നില്ല. പിന്നീട് ഈ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായ പശ്ചാത്തലത്തിലായിരുന്നു കേസെടുക്കുകയും പിന്നീട് ഈ വിഷയം പിന്നീടും വലിയ വിവാദമായപ്പോഴാണ് പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്യാൻ കൂടി തയ്യാറായത്. വിജയകുമാർ, ഈ അറസ്റ്റിലായ ആളുകളെ കോടതിയിൽ ഹാജരാക്കി അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നുണ്ടോ പോലീസ്? അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഈ ഘട്ടത്തിൽ ലഭ്യമാണോ മനീഷ്? വിജയകുമാർ, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറിയിക്കുന്നത് ഈ സംഭവത്തിന് മുൻപും പിൻപുമൊക്കെ തന്നെ അവിടെ കൂട്ടത്തല്ല് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന പരാതി മാത്രമല്ല, ഈ പ്രതിയുടെ ഭാര്യയ്ക്ക് മർദ്ദനമേറ്റിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നിലവിൽ പോലീസ് FIR പ്രകാരം 6 പ്രതികൾക്കെതിരെയാണ് കേസെടുത്തിട്ടുള്ളതെങ്കിലും കേസിൽ ഇനിയും പ്രതികളുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. കാരണം ആ സ്ഥലത്തെ മർദ്ദന ദൃശ്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണെങ്കിൽ ഇന്ന് രാവിലെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം തന്നെ പ്രതികളെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ വാങ്ങിച്ചേക്കാം. എന്താണ് ഈ വിഷയം? ഒന്നാമത്തെ വിഷയം, പെൺകുട്ടി പട്ടികജാതി പട്ടികവർഗ നിരോധന നിയമം ഉള്ളതുകൊണ്ട് തന്നെ കൂടുതലായി ചോദ്യം ചെയ്യേണ്ടി വരും. ഒപ്പം തന്നെ മറ്റ് പ്രതികൾ ആരാണ്, ഈ 6 പേരല്ലാതെ മറ്റു പ്രതികൾ ആരാണ്, അവരെയൊക്കെ തന്നെ FIR കൂടി ചേർക്കേണ്ടതുണ്ട്, അവരെ അറസ്റ്റ് ചെയ്യേണ്ട, കേസെടുക്കേണ്ട പശ്ചാത്തലമുണ്ട്. അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ആ ഒരു നടപടികളിലേക്ക് കൂടി നീങ്ങിയേക്കാം. ഇനി ഇതിൽ പ്രതിരോധത്തിലായിരിക്കുന്നത് CPIM ആണ്. കാരണം ഇതിൽ വലിയ ആക്ഷേപം ഉയരുന്നത് CPM-ന്റെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കേസെടുക്കാനും അറസ്റ്റിലേക്ക് തന്നെ വൈകിയതെന്നാണ്. ഇനി ഈ പെൺകുട്ടിയുടെ ഭാഗത്താണെങ്കിൽ ഇന്നലെ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് അവിടെ BJP പ്രവർത്തകർ എത്തി. പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ അടക്കമുള്ളവർ ഈ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ ഇത് രാഷ്ട്രീയ വിഷയമായി കൂടി മാറിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ പോലീസ് CPM-ന്റെ സ്വാധീനത്തിൽ എത്തി അവർക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്തു കൊടുത്തു. കേസെടുക്കാൻ പോലും ആദ്യഘട്ടത്തിൽ തയ്യാറായില്ലെന്ന വലിയ ആക്ഷേപമാണ് ഉയർന്നത്. എന്താണെങ്കിലും അവരുടെ അറസ്റ്റിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. വിജയകുമാർ, 1-ാം പ്രതി ഷൈജു, അയാളുടെ സഹോദരൻ 2-ാം പ്രതി ശൈലേഷ് എന്നിവരാണ് അറസ്റ്റിലായത്. പ്രതിപക്ഷം ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ തീരുമാനിച്ച പശ്ചാത്തലത്തിൽ കൂടി പോലീസിന്റെ തിരക്കിട്ട ചില നടപടികളെന്ന് വേണം കരുതാൻ. മനീഷ് മഹിപാലാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.